കനത്ത തോൽവിയുടെ ആഘാതം വിട്ടുമാറാതെ CPIM-ഉം LDF-ലെ ഘടകകക്ഷികളും നാളെ ചേരുന്ന CPIM CPI നേതൃയോഗങ്ങളിൽ പരാജയം ഇഴകേറി പരിശോധിക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നത് രാഷ്ട്രീയ കൗതുകമാകും. തിരിച്ചടിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തി. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിലെത്തുമ്പോൾ ജീർണതകൾ കടന്നുവരുമെന്നും തെറ്റുതിരുത്തൽ സംഘടനയ്ക്കകത്ത് നടത്തണമെന്നും P. ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കണ്ണൂരിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനുമെതിരെ ഫ്ലക്സ് ബോർഡും പ്രത്യക്ഷപ്പെട്ടു. പരാജയത്തിൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അതിനിടെ CPI-യിലും നേതൃമാറ്റ ആവശ്യം ശക്തമായിരിക്കുകയാണ്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറണം എന്നാണ് ശക്തമായ വികാരം. ദീപക് ധർമ്മടം ഒപ്പം അജീഷ് ജയകുമാർ എന്നിവർ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. CPM-ന് കനത്ത ആഘാതമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫലം എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒപ്പം വിശകലനവും ഒക്കെ വരുന്ന മണിക്കൂറുകളാണ്. ഏത് രീതിയിലായിരിക്കും പാർട്ടി ഈ തോൽവിയെ നോക്കിക്കാണുക? ഉണ്ടായിരിക്കുന്ന ജയങ്ങളാകട്ടെ, അതിപ്പോൾ മുഖ്യമന്ത്രിയോടാണെങ്കിൽ പോലും തന്നെ നേരിയ ജയം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ജയം, പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജയം കിട്ടിയില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂരിൽ CPM-നെ ഏറെ ഉലച്ചിട്ടുണ്ട് ഈ തോൽവി എന്നതിൽ മറ്റ് സംശയങ്ങളില്ല. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഞെട്ടിക്കുന്ന തിരിച്ചടി ഉണ്ടായിരിക്കുന്നു CPM-ന്. അപ്പോൾ ഏത് രീതിയിലാണ് പാർട്ടി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്? പ്രജിൻ, വെരി ഗുഡ് ഈവനിങ്. ഒരുപക്ഷെ CPIM-ന് സമാനതകളില്ലാത്ത വലിയ തോൽവിയാണ് CPIM-ന് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ ഇടതുമുന്നണിക്ക് പൊതുവിലുണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും CPIM ഗൗരവത്തിൽ കാണുന്നതും പാർട്ടിക്ക് ഔദ്യോഗിക സ്വഭാവത്തിൽ അല്ലെങ്കിൽ പോലും ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് പാർട്ടി കേന്ദ്രങ്ങളിൽ, അതായത് ചെങ്കോട്ടകളിലുണ്ടായ ഇടിമുഴക്കമുള്ള വിള്ളലുകളാണ്. അതിൽ പാർട്ടി കേഡർമാർ, പാർട്ടി അണികൾ, അതായത് പാർട്ടിയോടൊപ്പം എക്കാലത്തും നിന്നവർ പോലും വോട്ട് ചെയ്തില്ല എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. കാരണം ചില വോട്ട് ചോർച്ചകൾ പരിശോധിക്കുമ്പോൾ അത് പയ്യന്നൂരിലതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്നോളം പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം, അതായത് ശതമാനക്കണക്കിൽ മട്ടന്നൂരിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം പയ്യന്നൂരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ശതമാനത്തിന്റെ വിജയം നേടിയ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരെ കലാപക്കൊടി ഉയർത്തിപ്പോയ കുഞ്ഞികൃഷ്ണൻ, സാധാരണഗതിയിൽ കണ്ണൂരിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തി കഴിഞ്ഞാൽ അയാൾക്ക് കണ്ണൂരിലൊരു വിജയം കിട്ടാറില്ല. എന്നാൽ കണ്ണൂരിൽ തന്നെ, പയ്യന്നൂരിൽ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. മാത്രവുമല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. മറ്റൊന്ന് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്ററുടെ സിറ്റിംഗ് സീറ്റിലാണ് ഭാര്യയായ മഹിളാ അസോസിയേഷൻ നേതാവായ PK ശ്യാമള മത്സരത്തിനിറങ്ങിയത്. ശ്യാമള ടീച്ചറും അവിടെ ദയനീയമായി തോൽക്കുന്നതാണെങ്കിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് TK ഗോവിന്ദൻ മാസ്റ്റർ. ഈ രണ്ട് പരാജയങ്ങൾ നൽകുന്ന സൂചന പാർട്ടിക്കകത്തു നിന്നും കേഡർമാരുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ നാളത്തെ ചർച്ച പ്രധാനമായും ഇഴകീറിയുള്ള പരിശോധനയിലേക്ക് കടക്കില്ല. നാളെ പ്രാഥമികമായി തോൽവിയെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കും വിശദമായി. കാരണം നാളെ ഒരു ദിവസത്തെ സെക്രട്ടേറിയറ്റ് മാത്രമേ ഉള്ളൂ. പരാജയം പൂർണ്ണമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിലേറെ സമയം വേണ്ടിവരും. മറ്റു കാര്യം, ധർമ്മടത്തും വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു. പൊതുവിൽ പാൻ കേരള ഒരു വലിയ രീതിയിലുള്ള ഇടതനുകൂല വോട്ട് ചോർച്ചയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രമേൽ വലിയ ഒരു ഇടതുവിരുദ്ധ തരംഗം, UDF അനുകൂല തരംഗം, ന്യൂനപക്ഷ പോളറൈസേഷൻ നടന്നുവെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല? കാരണം ഏതാണ്ട് ഒരു മാസക്കാലമായി വോട്ടിംഗ് കഴിഞ്ഞിട്ട് പോലും പാർട്ടിക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും നിജസ്ഥിതി മനസ്സിലാക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സ്വയം വിമർശനപരമായി പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച. പാർട്ടി മെമ്പർമാർക്കിടയിലും, അതായത് വിവിധ സ്ഥലങ്ങളിലെ പാർട്ടി ഗ്രൂപ്പുകളിൽ ഇത്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു. ഏതായാലും ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും നിർണായകം, പാർട്ടിക്ക് പ്രാദേശികമായുള്ള പൾസ് തിരിച്ചറിയുന്നില്ല. അതായത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഇത്ര വലിയ ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു എന്നത് തിരിച്ചറിയാൻ ഒരു മാസക്കാലം ഉണ്ടായിട്ടും
കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ പോലും പാർട്ടിക്ക് പറ്റിയിട്ടില്ല, മുന്നണിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വലിയ പരാജയത്തിന്റെ ആ തിരിച്ചറിവിലേക്ക് CPIM എത്തുന്നത് എന്നുള്ളതാണ്. നാളെ കാലത്ത് സെക്രട്ടേറിയറ്റ് ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളിൽ പാർട്ടി തുറന്നു പറച്ചിൽ നടത്തുക. പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.